നമസ്കാരം. ചതിച്ചത് ക്രൈസ്തവർ തന്നെ. ഞെട്ടി. ആരാ ഞെട്ടിയത്? രാഷ്ട്രീയ കേരളം ഞെട്ടി. പി.സിയും ഷോണും ഒക്കെ ദോഷമുണ്ടാക്കി എന്ന് പറയപ്പെടുന്നതും ആ പാർട്ടിക്കാർ തന്നെ. ക്രിസ്ത്യൻ വിഭാഗത്തെ ആകർഷിക്കുവാനുള്ള ബി.ജെ.പിയുടെ നീക്കം അത് കേരളത്തിൽ പാളിപ്പോയി എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും മത്സരിപ്പിച്ചത് എത്ര പേരെയാണെന്നറിയാമോ? 1926 സ്ഥാനാർത്ഥികളെ. അതിൽ ജയിച്ചത് എത്ര പേരാണെന്നറിയാമോ? 25 പേർ. എന്നിട്ട് അതിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞോ എവിടെയെങ്കിലും? അതായത് മധ്യ കേരളത്തിലാണല്ലോ ഈ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ക്രൈസ്തവ വിഭാഗം കൂടുതലുള്ളത്. അവിടെ ഒരു തരത്തിലുമുള്ള നേട്ടം ബി.ജെ.പിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. പി.സി ജോർജിന്റെയും മകന്റെയും ഒക്കെ സാന്നിധ്യം ഗുണത്തെക്കാളേറെ അവിടെ ദോഷമുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ പീഡനമടക്കം തിരിച്ചടിയായി എന്നും വിലയിരുത്തപ്പെടലുകൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, തീവ്ര ഹിന്ദുത്വത്തിലേക്ക് മടങ്ങാൻ ബി.ജെ.പി തീരുമാനമെടുത്തേക്കുമെന്നുള്ള ഒരു ചിന്തകളിലേക്ക് എത്തപ്പെടുന്നു. അതൊരു വിലയിരുത്തലാണ്. ആരുടെ? സംഘപരിവാറിന്റെ വിലയിരുത്തൽ. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ക്രൈസ്തവ വോട്ടർമാരെ ആകർഷിക്കുവാനുള്ള നീക്കം പാടെ പാളി എന്ന് തന്നെയാണ് സംഘപരിവാറിന്റെ വിലയിരുത്തൽ. ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാനായില്ല എന്ന് മാത്രമല്ല, അതിന് ശ്രമിച്ചത് വഴി ഹിന്ദു വോട്ടുകൾ നഷ്ടമായി എന്നുകൂടി ബി.ജെ.പി RSS നേതൃത്വങ്ങൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നും കണ്ടെത്തി മത്സരിപ്പിച്ച സ്ഥാനാർത്ഥികളിൽ 1.3% മാത്രമാണ് വിജയിച്ചത് എന്നുള്ള വിലയിരുത്തൽ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ പ്രഖ്യാപിത നിലപാടായിട്ടുള്ള തീവ്ര ഹിന്ദുത്വത്തിലേക്ക് തിരിച്ചു പോകണമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നു കേൾക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് 1926 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. 14 ജില്ലകളിലായിട്ട് ബി.ജെ.പിക്ക് അങ്ങനെ മത്സരിപ്പിക്കുവാൻ കഴിഞ്ഞു. പക്ഷെ അതിനകത്ത് ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് ആകെ 25 പേര് മാത്രമാണ് എന്നുള്ളതാണ്. 8 ജില്ലകളിൽ മാത്രമാണ് ജയിക്കാനായത്. കോട്ടയം ജില്ലയിൽ പോലും കാര്യമായിട്ടുള്ള നേട്ടമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് ആയില്ല എന്നുള്ളതാണ്. കോട്ടയത്ത് 96 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചതിൽ 12 പേർ മാത്രമാണ് ജയിച്ചത്. പി.സി ജോർജും മകൻ ഷോൺ ജോർജും പാർട്ടിയിലെത്തിയിട്ടും ഗുണം ചെയ്തില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല, ഇവർ ഇരുവരുടെയും പാർട്ടിയിലുള്ള സാന്നിധ്യം മിക്ക സഭാ മേലധ്യക്ഷന്മാരും ബി.ജെ.പിയോട് അകലം പാലിക്കാൻ കാരണമായിട്ടുണ്ട് എന്നും RSS വിലയിരുത്തുന്നു. 2020 തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനത്തിലേക്ക് ബി.ജെ.പിക്ക് എത്താനായില്ല എന്നുള്ള വസ്തുതയുണ്ട്. എന്നാൽ ഹിന്ദുത്വത്തിൽ ഊന്നി പ്രചരണം നയിച്ച തിരുവനന്തപുരത്തും തൃപ്പുണിത്തറയിലും പാർട്ടി വിജയിച്ചു കയറിയത് നേതൃത്വത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് എന്ന് പറയുന്നു. കൂടാതെ മുൻ കൗൺസിലറും RSS നേതാവുമായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യ നടന്നിട്ടും അവിടെ RSS പ്രചാരകനെ ഇറക്കി പ്രചാരണം നടത്തി വാർഡ് തിരിച്ചുപിടിക്കുമായിരുന്നു. മാറ്റം അനിവാര്യമാണ് എന്നും ഈ സംഭവത്തിന്റെ പേരിൽ RSSന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള ബി.ജെ.പി തോൽക്കാൻ പാടില്ല എന്നുമായിരുന്നു RSS വീട് വീടാന്തരം നടത്തിയ പ്രചരണത്തിന്റെ കാതൽ എന്ന് പറയപ്പെടുന്നത്. അത് ഫലിച്ചതും തീവ്ര ഹിന്ദുത്വത്തിലേക്ക് മടങ്ങാനുള്ള സൂചനയായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബി.ജെ.പിക്ക് ലോക്സഭാ അംഗമുള്ള തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ കനത്ത തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് ഉണ്ടായത്. തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ക്രൈസ്തവ വോട്ടുകൾ ഇപ്പോൾ ലഭിച്ചില്ല എന്നുള്ള വിലയിരുത്തൽ കൂടി അവർ കാണുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സംഘപരിവാർ ആക്രമണങ്ങളിൽപ്പെടുന്ന വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമുള്ള കേരള ബന്ധം ബി.ജെ.പിക്ക് വിനയാവുകയും ചെയ്തു. അവിടെ പള്ളികളിൽ കയറി ആക്രമണം നടത്തിയിട്ടും അതിനെ അപലപിക്കുവാൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വങ്ങൾ തയ്യാറാകാത്തതിലടക്കം ക്രൈസ്തവ സമൂഹത്തിൽ എതിർപ്പുയർന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തും രാജ്യത്തും RSSന്റെ അജണ്ട നടപ്പാവില്ല എന്നും അതിനു വേണ്ടിയിട്ട് ക്രൈസ്തവർ രക്തസാക്ഷിത്വം ഭരിക്കാൻ തയ്യാറാണെന്നുമുള്ള ഓർത്തഡോക്സ് പരമാധ്യക്ഷന്റെ മുന്നറിയിപ്പും സംഘപരിവാർ ബി.ജെ.പി നേതൃത്വങ്ങൾക്ക് തിരിച്ചടിയായി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്ക് പ്രകാരം ബി.ജെ.പി നേതൃത്വം നൽകുന്ന NDAയുടെ വോട്ട് വിഹിതം എന്ന് പറയപ്പെടുന്നത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിനൊപ്പം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം പിടിക്കാനായതും നഗരങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാനായതും നേട്ടമായിട്ട് ബി.ജെ.പി വിലയിരുത്തപ്പെടുന്നുണ്ട്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയ പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 12 തെരഞ്ഞെടുപ്പ് പ്രചരണം അടക്കം തുടങ്ങാൻ പോകുന്നു. നേമത്തെ രാജീവ് ചന്ദ്രശേഖരം, കഴക്കൂട്ടത്തെ വി മുരളീധരനും സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. കെ സുരേന്ദ്രന്റെ പേരാണ് പാലക്കാട് സജീവ പരിഗണനയിലുള്ളതും. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേര് കായംകുളത്താണ് പരിഗണിക്കുന്നത് എങ്കിലും ചെങ്ങന്നൂർ മണ്ഡലത്തിലുള്ള അനുകൂല ഘടകവും ചിലപ്പോൾ അവർ കണക്കിലെടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ചെങ്ങന്നൂരിലേക്ക് മാറ്റുവാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ വലിയ മാറ്റത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു തന്ത്രം മെനയാൻ ബി.ജെ.പി തയ്യാറെടുക്കുന്നു. അതിന് പിന്നിൽ ഈ ക്രൈസ്തവ സഭകളെ ഇനി കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ
വലിയ തിരിച്ചടി കൊണ്ട് മനസ്സിലാക്കേണ്ട തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള സംഘപരിവാറിന്റെ വിലയിരുത്തൽ BJP ഇപ്പോൾ അവർ ഒരു കണക്കിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ക്രൈസ്തവർ തന്നെ ചതിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയെന്നും ആ ചതി കാരണമാണ് BJPക്ക് ലഭിക്കേണ്ട ഹിന്ദു വോട്ടുകൾ പോലും ലഭിക്കാതായി പോയതുമെന്നുള്ള കണ്ടെത്തലിലേക്ക് സംഘപരിവാർ എത്തപ്പെടുന്നു. സംഘപരിവാറിന്റെ ആ വിലയിരുത്തലിനോട് സമ്പൂർണ്ണമായിട്ടും യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് BJP നടത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിലും തിരുവനന്തപുരത്തും അവർ മുന്നോട്ട് വച്ചിരുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ തന്നെയായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അങ്ങനെ ജനങ്ങളെ വീട് വീടാന്തരം കണ്ട് പുതിയ തന്ത്രങ്ങൾ മെനയുവാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ BJPയും RSSും സംഘപരിവാർ സംഘടനകളും. പക്ഷെ അവിടെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ആരെ കൂട്ടുപിടിക്കുവാൻ ശ്രമിച്ചുവോ അവരെല്ലാവരും ഈ BJPയെ ചതിക്കുന്ന ഒരു കാലാവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് അവർക്ക് എത്തേണ്ടി വന്നു. മാത്രമല്ല, ഈ ക്രൈസ്തവ സമൂഹത്തെയോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയോ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാം, അങ്ങനെ ഒരു മതനിരപേക്ഷ മുഖമുണ്ടാക്കാം, ഒരു മതേതരത്വ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാമെന്നൊക്കെ കരുതിയവർക്ക് തെറ്റുന്നു. തീവ്ര ഹിന്ദുത്വ നിലപാടാണ് അവർക്ക് ശരി എന്നുള്ള തരത്തിലേക്ക് സംഘപരിവാർ വിലയിരുത്തപ്പെടുന്നു. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര ആ തീവ്ര ഹിന്ദുത്വ നിലപാടുകളിൽ ഊന്നിയാകട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനു വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവർ ഇനി ശ്രമിക്കുക. BJPക്ക് ഒരു 8 മുതൽ 10 സീറ്റ് വരെ നേടിയെടുക്കുവാനുള്ള തന്ത്രമായിരിക്കും അവർ മെനയാൻ പോകുന്നത്.